നമ്മളിപ്പോ ഉള്ളതുണ്ടല്ലോ പിന്നെ ചാലിയാറും ഇരുവഴിഞ്ഞും ഒരുമിപ്പിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ കൂളിമാട് പാലത്തിൻ്റെ അടിയിൽ. അപ്പം നമ്മൾ വൈകുന്നേരം ഒരു ആവേശമായി ചങ്ങായിമാരൊപ്പരം ഒരുമിച്ചിറങ്ങിയാണ്. നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഓരോ ലീവിനും ചങ്ങായിമാർ പറയും നമ്മൾ കുറേ ആയി ഇങ്ങനെ പറയുന്ന വിഷയമാണ് നമ്മൾ ചാലിയാറും ഇരുവഴിഞ്ഞിലൂടെ ഒന്ന് കറങ്ങിയാലോ ഒരു രസമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആവേശമാക്കാറുണ്ട്. പക്ഷേ ഇതുവരെ നടന്നില്ല. പെരുന്നാളിനൊരു തീരുമാനമിട്ട് നമുക്ക് ഒരു ദിവസം നിർബന്ധമായി പോകണമെന്ന് അങ്ങനെ ഇന്ന് നമ്മൾ ദിവസം എടുത്ത് ഇന്ന് വൈകുന്നേരം 4:45 ഇറങ്ങിയതാണ്. ഞങ്ങൾ കുറേ ഈ സാധനമൊക്കെ എറിഞ്ഞു നോക്കിട്ടോ. നമ്മുടെ അടുത്ത് എല്ലാ സജ്ജീകരണങ്ങളും കൂടെ ഞങ്ങൾ ഇറങ്ങിയത്. ഈ സാധനമൊക്കെ കുറെ എറിഞ്ഞു നോക്കി, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ നിരാശയല്ല, ഞങ്ങൾ ആഗ്രഹമാണ് ഇതൊക്കെ എറിയാന്നുള്ളത്. അപ്പം പിന്നെ പുഴയിൽ മീനില്ലാന്ന് അതിൻ്റെ അടയാളം. പുഴ നല്ല മീനുണ്ട്. പക്ഷെ ഇരുവഴിഞ്ഞും ചാലിയാറും ഒരുമിക്കുന്ന സ്ഥലമാണ്. കാണിച്ചു കൊടുത്താടാ ഇരുവഴിഞ്ഞും ചാലിയാറും ഒരുമിക്കുന്ന സ്ഥലം. അവിടെയാണ് ഇരുവഴിഞ്ഞും ചാലിയാറും ഒരുമിക്കണേ. നമുക്ക് കുളിമാട് മനോഹരമായ പാലം കാണാം. നല്ല മനോഹരമായിട്ട് അതായത് നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നീന്താൻ അറിയാത്തവരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. അല്ലെങ്കിൽ വെള്ളത്ത് പോയാൽ നമ്മളിപ്പോൾ നേരെ കേട്ട ഓരോ സ്ഥലത്തും പിന്നെ കുളിക്കാനിറങ്ങി വെള്ളത്ത് പോയ അവസ്ഥ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കരുത്. കാരണം അതൊക്കെ നമ്മളെ ജീവിതത്തിൽ വളരെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ പുഴയിലേക്ക് വന്നപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാരണം ഈ പുഴ വളരെ മലിനീകരണമാക്കി കിടക്കുന്ന അവസ്ഥയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുഴയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലൂടെ ഒഴുകുന്ന തോടുകളിലേക്കോ നമ്മൾ വലിച്ചെറിയാണ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഇതിലുണ്ടാക്കുക. കാരണം പിന്നെ മറ്റുള്ളവരെ ജീവിതത്തിലേക്കും ഒരു പാഠമാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. വാർഡിലൊക്കെ ഉണ്ട് പിന്നെ വേസ്റ്റ് പിന്നെ വീട്ടിലെത്തും കൊണ്ടുവരുന്ന വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടി ഒരു പ്രത്യേക ബോക്സും കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെ സജ്ജീകരണമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലൊന്നും ആ ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയ ആൾക്കാർ ഇല്ല എന്നാണ്. കാരണം നമ്മളെ ഈ ചാലിയാറും ഇരുവഴിഞ്ഞും ഇത്രയേക്കാളും വലിയ അറിയപ്പെട്ട 2 നദികളാണ് ചാലിയാറും ഇരുവഴിഞ്ഞും. ഈ റൂട്ടിനാണ് പിന്നെ നമ്മളെ ഊർക്കടവ് പാലൊക്കെ എത്തണേ. ഇത് എളമരം ഭാഗമാണ്. നമ്മളെ മഴ പെയ്തുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെന്താക്കണം, മറ്റുള്ളവർക്ക് മാതൃകയാകണം. ഈ പുഴയിലൊക്കെ ചാലിയാറും ഇരുവഴിഞ്ഞും ഒരുമിക്കുന്ന സ്ഥലത്ത് വളരെ പിന്നെ അധികമായിട്ട് മാലിന്യങ്ങളും അതുപോലെ വേസ്റ്റുകളും കുറേ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെന്താക്കണം, നമ്മളെ പുഴ നമ്മളെ ജീവനാണ്. നമ്മളൊരു മെയിൻ ആയുധമാക്കി നമ്മളെന്താക്കണം. കാരണം നമുക്ക് വെള്ളം തരുന്നത് നദികളാണ്, കടലുകളാണ്, ഒക്കെയാണ്. അപ്പൊ നമ്മൾ എന്താക്കണം, അതിനെ വൃത്തിയോടെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി അടുത്തൊരു വീഡിയോയിൽ അല്ലേ കൊടുത്താ